വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് വിലയിരുത്തുകയാണ്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തിൽ അടക്കം പ്രചാരണം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനം. ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിശദാംശങ്ങൾ. ഒന്നാം ഘട്ട പോളിംഗ് കഴിയുമ്പോൾ എന്താണ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ വിലയിരുത്തൽ? SKN ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സാഹചര്യങ്ങളും സാധ്യതകളും ഇനി എങ്ങനെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചും ഒക്കെ ഇന്നലെ രാത്രി തന്നെ വിലയിരുത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭരണപക്ഷത്തിൻ്റെ വിലയിരുത്തലാണ്. അവർ നടത്തിയിരിക്കുന്ന വിലയിരുത്തൽ അനുസരിച്ച് കൂടുതൽ ഇടങ്ങളിൽ പ്രചരണം ശക്തമാക്കണം എന്ന വിധത്തിലേക്കാണ്. പ്രാദേശികമായിട്ട് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP മൊത്തത്തിൽ അവിടെ ഒരു വലിയ അനുകൂല ഘടകം തരംഗം പ്രതീക്ഷിക്കുമ്പോൾ ഈ വ്യത്യസ്ത വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എതിർപ്പ് അത് ഇന്നലെ വോട്ടിംഗ് നടന്ന മേഖലകളിൽ രാജ്പുത്ത ഠാക്കൂർ വിഭാഗങ്ങൾ അടക്കമുള്ള വിഭാഗങ്ങൾ സ്വീകരിച്ച ഒരു എതിർപ്പ് അത് BJPയെ സംബന്ധിച്ച് ചില അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഇനി ഇടത്തും പ്രാദേശികമായിട്ട് കൂടുതൽ പ്രചരണം വേണം എന്ന വിധത്തിലേക്ക് BJP തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഈ പ്രാദേശിക തലത്തിലെ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിലെ പ്രചരണങ്ങൾ BJPക്ക് കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രാദേശിക തലങ്ങളിലും ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾ പ്രാദേശിക വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചരണ പരിപാടികൾ നടത്താനായിട്ട് BJP തീരുമാനിച്ചിരിക്കുന്നു. മറുവശത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇനിയുള്ള ഘട്ടങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കളെ ഇറക്കിക്കൊണ്ട് ഉള്ള പ്രചരണം നടത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഇറക്കിക്കൊണ്ട് എല്ലായിടങ്ങളിലും കോൺഗ്രസിൻ്റെ സാന്നിധ്യം സജീവമാക്കുക എന്ന ഒരു തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നു. മറ്റ് പാർട്ടികളെ സംബന്ധിച്ചും ഇടത് പാർട്ടികൾ അടക്കമുള്ളവരും കൂടുതൽ ശക്തമായിട്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ആ വിധത്തിലുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്.